ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭൂമിദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1 ആപ്പിളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, അതേപോലെ ഡെയ്സി ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 2, അതേപോലെ റോസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവർ പോസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി പൈൽ നമ്പർ 1 നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർഡാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം, ഭൂമി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഭൂമി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 1. വേൾഡ് കാർഡാണ്, വേൾഡ് എനർജിയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജാണ്. നിങ്ങൾക്ക് വളരെയധികം കണക്ഷൻസ് ഭൂമി നേച്ചറായിട്ട് കാണിക്കുന്നുണ്ട്. വേൾഡ് കാർഡ്, ഭൂമി, ലോകം, അതേപോലെ ടെമ്പറൻസ് എനർജി, അനദർ പേഷ്യൻസ് ആൻഡ് എംപറർ എനർജിയാണ് നെക്സ്റ്റ്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ്, ജസ്റ്റിസ് എനർജി ആൻഡ് 8 ഓഫ് പെൻഡക്കിൾസ്. മെയിൻ തീം വന്നിട്ട് 6 ഓഫ് ഫോൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ജീവിതത്തിൽ പല കാര്യങ്ങളും മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ലോകം തന്നെ മാറി മറിയാൻ പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അവരൊന്നും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയാണ് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറണം മറ്റുള്ളവർക്ക് വേണ്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളെപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. നമ്മളുടെ ചിന്താഗതികൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറയാം. അതിനർത്ഥം നമ്മൾ മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ ഇനി അഥവാ നിങ്ങൾ ഏത് രീതിയിലാണ് ഒരാളോട് സംസാരിക്കുക എന്നിരുന്നാലും അത് മനസ്സിലാക്കാത്ത ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ചില ആളുകൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ, അതായത് നമ്മുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ ഇത് മനസ്സിലാക്കുന്നു, പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാകാനുമുള്ള മാനസിക വളർച്ചയുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നത് ഒരു കാര്യമാണ്. ചില വിശ്വാസത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില വിശ്വാസ പ്രമാണങ്ങൾ, ചില വ്യക്തികൾ അവരുടെ വിശ്വാസമായിരിക്കും അവർക്ക് വലുത്. അവരുടെ വിശ്വാസത്തിന്റെ അപ്പുറത്ത് മറ്റൊരാൾ എന്തു പറഞ്ഞാലും അതങ്ങനെയല്ല, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, വിശ്വാസം എല്ലാം ഏതൊരു വിശ്വാസമാണെങ്കിലും അതൊന്നും ശാസ്ത്രമല്ല, എല്ലാം വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഒരാൾ ഒന്നിൽ വിശ്വസിക്കുന്നു, മറ്റൊരാൾ മറ്റൊന്നിൽ വിശ്വസിക്കുന്നു. അപ്പോൾ താൻ വിശ്വസിക്കുന്ന കാര്യം അത് വളരെയധികം യുക്തിയുക്തമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് എന്റെ വിശ്വാസമാണ്, അത് എന്നിൽ നിലനിൽക്കട്ടെ. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനോ അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനോ പോവാതിരിക്കുക. അതേസമയം തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുക. മറ്റൊരാൾ മറ്റെന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്താൻ പോവാതിരിക്കുക. പക്ഷെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിശ്വാസങ്ങളിൽ അധിക്ഷേപിക്കാൻ വരികയാണെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുക. അങ്ങനെയുള്ളവരിനെ ഒന്നുകിൽ മാറാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ മാറേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചിട്ടോ മറ്റോ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു വിഷയം അവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം തന്നെ ആയിരിക്കണമെന്നില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മറ്റെന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തിയോട് അത് സംസാരിക്കാതിരിക്കുക. കാരണം ആ പറയുന്ന വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളത് പറയാൻ ശ്രമിക്കുന്നത് റീസണബിൾ ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകൾക്കായിരിക്കും അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് യുവർ സെൽഫ്, നിങ്ങളെ മാറ്റുക എന്ന് പറയുമ്പോൾ
അനാവശ്യമായിട്ട് നിങ്ങളുടെ എനർജി മറ്റുള്ളവരിലേക്ക് കളയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ ശ്രമിക്കണമെങ്കിൽ ഒരിക്കൽ മാത്രം ഒന്ന് ശ്രമിച്ചു നോക്കുക. സെക്കൻഡ് ചാൻസസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ എനർജി ടെമ്പറൻസ് എനർജിയാണ്. നമ്മൾ ഭൂമിദേവിയെ കുറിച്ച് പറയും ഭൂമിയോളം ക്ഷമ എന്ന് പറയും. പക്ഷെ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഒരു ഇല്യൂഷനാണ്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം നമ്മുടെ ഉള്ളിൽ. പക്ഷെ മറ്റു ചില ആളുകൾ അവർ റീപ്രോഗ്രാം ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ, അതായത് നിങ്ങൾക്ക് ചുറ്റും ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുന്ന ഒരു ബുള്ളീസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, മറ്റാരെങ്കിലും ഒക്കെ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും റീപ്രോഗ്രാം, ഇപ്പൊ നമ്മൾ പറയും ലേൺ, അൺലേൺ, റീലേൺ എന്ന് പറയും. നമ്മൾ പഠിച്ചത് വീണ്ടും തിരിച്ച് പഠിക്കാത്ത ഇതിലേക്ക് പോയി തിരിച്ച് വീണ്ടും അത് ഒരിക്കൽ കൂടി പഠിക്കുക, തിരിച്ചു പോയി വീണ്ടും പഠിക്കുക എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളൊന്നുമല്ല, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ പെർസ്പെക്റ്റീവ് നമുക്കുണ്ടാകും. പക്ഷെ എല്ലാവരും അതിന് തയ്യാറാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് ഒരു സ്പിരിച്വൽ സെൻസിലോ ഫിലോസഫിക്കൽ സെൻസിലോ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. അതിനർത്ഥം എല്ലാം ക്ഷമിച്ചു നിൽക്കുക എന്നുള്ളതല്ല. ചിലയിടങ്ങളിൽ ക്ഷമ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആളുകൾക്കും ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ചില ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത്, പണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ എല്ലാവർക്കും ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാ ജീവിതത്തിൽ പണം എനിക്കൊന്നുമല്ല, എനിക്ക് മനസ്സമാധാനമാണ് ജീവിതത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് സമ്പത്തിനോട് ആർത്തിയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് സമ്പത്ത് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടല്ല ആ വ്യക്തി ചിന്തിക്കുന്നത്, മറിച്ച് പണിയെടുക്കാൻ കഴിയില്ലാത്ത ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ അവര് ഇതൊക്കെ തന്നെ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കാം. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് അതിലേക്ക് കൂടുതൽ അവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാൻ കഴിയില്ല, അതായത് ശ്രമിക്കാൻ മടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്താഗതിയോട് കൂടിയിട്ട് എനിക്ക് ഇത്രയും മതി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കണം, സ്വന്തമായിട്ട് വലിയ വീടും കാറും വേണമെന്ന് ആഗ്രഹിക്കുന്നവര് അതിനുവേണ്ടി അവർ സമ്പാദിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്നുള്ളത് അവരുടെ അധ്വാനത്തെയും അവരുടെ ആ ഒരു വർക്കിനെയും കുറച്ച് കാണുന്ന രീതിയിൽ പറയാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇത്രയ്ക്ക്, നിങ്ങളുടെ പരിമിതികൾ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നുവെങ്കിൽ നല്ല കാര്യം. പക്ഷെ മറ്റുള്ളവർ ഉയർന്നു നിൽക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ആളുകളെ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സമ്പത്തോ സ്വത്തോ ഉള്ളത് കൊണ്ട് പിന്നെന്താ എളുപ്പമാണ് എന്നുള്ളൊരു പുച്ഛത്തോടു കൂടിയുള്ള ഒരു സംസാര രീതി നമ്മൾ പൊതുവേ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ കടക്കാതിരിക്കുക. മറ്റൊരാൾ ജീവിതത്തിൽ വിജയം നേടിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരായിട്ട് സമ്പാദിച്ചതാണ്, അവരുടെ സാഹചര്യങ്ങളും യോഗങ്ങളുമാണ്, അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിട്ടുമാവാം. ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതുമാവാം. പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതും ഒരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ഒന്നുകിൽ അതിൽ താല്പര്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാനും താല്പര്യമില്ല, വലിയ തരക്കേടില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നു എങ്കിൽ അതിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോവുക, മറ്റുള്ളവരെ കുറച്ച് കാണാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, വളരെയധികം ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എവിടെ എന്തിനെ എപ്പോൾ ആരോട് ക്ഷമിക്കണം എന്നുള്ളത് നമ്മൾ ചാണക്യതന്ത്രത്തിൽ പറയുന്ന പോലെ നമ്മൾ ക്ഷമ അർഹിക്കാത്തവരല്ലെങ്കിൽ ദയ അർഹിക്കാത്തവരോട് ദയ കാണിക്കുന്നത് ആ ദൈവത്തിന്റെ നീതിക്കെതിരായിട്ട് പോകുന്നതാണ് എന്നും പറയപ്പെടുന്ന പോലെ വേണ്ടിടത്ത് വേണ്ട സമയത്ത് വേണ്ട ആളുകളോട് ദയ കാണിക്കുക എന്നുള്ളത് കൂടിയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾ വലിയ പൊസിഷനിലായിരുന്നിരിക്കാം പണ്ട്, നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടാവും. മനഃപൂർവ്വം അറിയാതെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതല്ല, മനഃപൂർവ്വം ചെയ്തിട്ടുള്ള വ്യക്തികൾ വീണ്ടും നിങ്ങളോട് വന്ന് മാപ്പ് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള കാര്യം, നല്ല മനസ്സ്. പക്ഷെ മാപ്പ് കൊടുത്തിട്ട് നിങ്ങളെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പൈസ കട്ടുകൊണ്ട് പോയതോ ചതിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിച്ച് മാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഒരു പണം ഏൽപ്പിക്കുന്നത്, അതിലും വലിയ മണ്ടത്തരമില്ല എന്നുള്ളതാണ്. മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്ത കാര്യത്തിന് ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം ആ വ്യക്തിയെ വീണ്ടും തിരിച്ചു വിശ്വസിച്ചു എന്നുള്ളതല്ല. ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക. കാരണം
നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഏതൊരു ബന്ധു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവർ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ, ചിലപ്പോൾ മാതാപിതാക്കളാണ്, നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ആകാം, മറ്റാരെങ്കിലും ആകാം, സാരമില്ല ഒരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, എന്തൊക്കെ സാഹചര്യമാണെങ്കിലും കർക്കശമായിട്ട് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കാര്യത്തിൽ രണ്ടാമതൊരു സെക്കൻഡ് ചാൻസ് ഒരിക്കലും കൊടുക്കാതിരിക്കുക. അതിന് ക്ഷമിച്ചു, പക്ഷെ ഇത് നിർവാഹമില്ലാത്ത കാര്യമാണെന്ന് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും കാണിക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നു. അല്ലെങ്കിൽ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി ഇവിടെ കാണിക്കുന്നത് വളരെ എന്താ പറയുക, നിങ്ങൾ നിർദാക്ഷിണ്യം അവരോട് പറ്റില്ല എന്ന് പറയുന്നില്ല എങ്കിൽ ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആ ഭൂമി ദേവി നിങ്ങളോട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇതിനൊക്കെ നിങ്ങൾ അർഹരാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. മണ്ണോട് മണ്ണടിയുന്ന സാഹചര്യത്തിലേക്ക് വന്നേക്കാം. അതെടുത്ത് പറയണം. അപ്പോൾ ഇവിടെ പറയാനുള്ള നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ കഴിവുകളും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക. നോ പറയേണ്ടടുത്ത് നോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള സാഹചര്യമുണ്ട്. അതായത് നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ അത് രക്തബന്ധമായിരിക്കണം എന്നില്ല, സൗഹൃദമായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം, ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം. നമുക്ക് അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേപോലെ ആയിരിക്കേണ്ടതുണ്ട്. അത് അളന്ന് തൂക്കി നോക്കുന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മനസ്സുകൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്യാം. പലപ്പോഴും നമ്മൾ പലരും ജീവിതത്തിൽ മിസ്റ്റേക്സ് ചെയ്യാം. അതിനർത്ഥം അബദ്ധങ്ങൾ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്, മനഃപൂർവ്വം ചതിക്കുന്ന സിറ്റുവേഷൻസ് അല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരു അബദ്ധം ഒരാൾക്ക് പറ്റി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ ചവിട്ടി താഴ്ത്താതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഫീലിംഗ് ആണ്. അതായത് ഞാൻ എൻ്റെ അവസ്ഥ ഇപ്പം അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഭയങ്കര അരക്ഷിതാവസ്ഥ തോന്നുന്നുണ്ട് എങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും ഒരു 3 ഗ്രാമ്പു പേഴ്സിൽ ഇട്ട് വയ്ക്കുക. അതോടൊപ്പം ഒരു നാണയത്തിന്റെ തുട്ടും ഇട്ട് വയ്ക്കുക. കുട്ടി പേഴ്സിൽ അത് ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട്, ഒരു സിൽക്കിന്റെയോ അല്ലെങ്കിൽ സാറ്റോണിന്റെയോ കുഞ്ഞു തുണിയിൽ പൊതിഞ്ഞിട്ട് നിങ്ങൾ എവിടെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന പേഴ്സോ ബാഗിലോ അത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആ ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി മാറിക്കിട്ടാൻ അത് സഹായിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഭയമാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുമോ, ഒരു ടവർ മൊമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം അത് മാറാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റിസ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. കർമ്മ ആണ് കാണിക്കുന്നത്. കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കർമ്മയുടെ ആ ടെസ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന രീതിയിൽ തന്നെ. അതിനർത്ഥം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര ലോൺലി ആയിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയെ തിരിച്ച് ജീവിതത്തിലേക്ക് വിളിക്കരുത്. നിങ്ങൾ എത്രത്തോളം ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചാൽ ജീവിതം പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അവരത് കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏജ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സിലെ ആ ഒരു കാര്യങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടാവും. മുന്നോട്ടേക്ക് വരുന്ന 8 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണ് നിങ്ങളെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് സ്കിൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടെങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം സാധ്യതകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. വിദേശത്ത് പോവുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. ചില ആളുകൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ല പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ഇല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറിയ എന്തെങ്കിലും ജോലി എന്ന് നിങ്ങൾ കരുതുന്ന ചെറിയ ജോലി എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ പെയിന്റിങ്ങോ അതുപോലെയുള്ള ജോലികൾക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാകാം, പക്ഷേ ഇതൊരു ചെറിയ രീതിയിലായിരിക്കും നിങ്ങൾ തുടക്കത്തിൽ കാണുന്നത്. ഇത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഒരു ക്ലീനിങ്ങിന്റെ കമ്പനിയോ അതേപോലെ ഇവന്റ് മാനേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഇത് നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങാനുള്ള അവസ്ഥ മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. 9 ഓഫ് വൺസ് എനർജിയാണ് ഇവിടെ കാണിക്കുക. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം, അവസരങ്ങൾ പല കാര്യങ്ങളിലും വരുന്നുണ്ട്.
അവസരം എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആളുകൾക്ക് പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം ഇത് വരുന്നത്. ചില ആളുകൾക്ക് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുന്നേറാനുള്ള അവസരമായിരിക്കും കാണിക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ളതോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പ്രണയം അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നിങ്ങൾ പൈൽ നമ്പർ 3 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി ദേവിയുടെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂമി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. പൈൽ നമ്പർ 2. Five of Wands, Magician energy, Devil energy, Page of Swords, 10 of Swords, King of Wands and main theme Judgment energy ആണ്. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ പറയട്ടെ, 5 of Wands energy ആണ്. 5 of Wands energy നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ ഒത്തിരി സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അടുത്തിടെയായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയാൻ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഒത്തിരി ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും വേണമെന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഒരു സാഹചര്യമാവും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളോട് ഒത്തിരി തവണ അപമര്യാദയായിട്ട് പെരുമാറുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ വളരെ അടുത്ത ബന്ധുവാകും, ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ ഭർത്താവോ ആവാം, അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ളൊരു വ്യക്തിയാവാം. ആ ഒരു വ്യക്തിയോട് ഇനി ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കരുതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയെ എങ്ങനെ നേരെയാക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കും ചിന്തിക്കുന്നത്. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അത് കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കുകയല്ല വേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ വ്യക്തിയെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ഒന്നുകിൽ ഇതുവരെ ആ വ്യക്തിയോട് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണ് എങ്കിൽ നമ്മൾ തമ്മിൽ ഈ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകില്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഈ പറയുന്ന പോലെ ഇപ്പൊ ചില ആളുകൾ ചില കാരണവന്മാർ എന്ന് പറയും, പലർക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാവാം. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കും, എവിടെന്നെങ്കിലും കേട്ടിട്ട് വന്നിട്ട് ഉപദേശങ്ങൾ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ പറയുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാര് പറയുന്ന പ്രായമായ ആളുകളല്ലേ വിട്ടുകളെ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വ്യക്തി കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ ഹരാസ് ചെയ്യുന്ന പോലെയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചു വളർന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം ആരെന്ത് പറഞ്ഞാലും അവർക്ക് അവരുടെ മുടിയുടെ കളറ്, അതായത് കറുപ്പല്ല വെളുപ്പാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം അവരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നില്ല. ആ വ്യക്തിയോട് പറയാ, ദയവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറയാതിരിക്കുക എന്നുള്ളത് സഭ്യമായിട്ടുള്ള രീതിയിൽ പറയാം. നിങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. വളരെ സാധാരണ രീതിയിൽ തന്നെ ദയവായിട്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം സോഫ്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. അത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ
അത് അവിടെ തന്നെ തീരും. അല്ല എങ്കിൽ നിങ്ങൾ കർക്കശമായിട്ട് പറയാ, ഇനി ഞാനിത് അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ അവരോട് ആരും നോ പറയാത്തത് കേട്ട് ശീലമില്ലാത്തത് കൊണ്ടാവും. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പറയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പും ഉണ്ടാവട്ടെ. ഇത് എല്ലാവരുടെയും കാര്യം ഒരേപോലെയല്ല. ചില ആളുകൾക്ക് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അബ്യൂസും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളത്. ഇവിടെ ഒരു ടവർ മൊമെന്റ് ഫീൽ ചെയ്യുക. ടവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു പോകുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല. ആദ്യം മുതൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ഇടുക. കാരണം നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് അവരിട്ട് വെച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഒരു തരത്തിലും സഹായിക്കുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു ഫൗണ്ടേഷൻ ഇട്ട് മുന്നോട്ടേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് എല്ലാം കാത്തു സൂക്ഷിക്കുന്നതിന്റെ കാവലാള് നിങ്ങൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. മജീഷ്യൻ എനർജിയാണ് ഇവിടെ. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊജക്ട് കിട്ടുന്നുണ്ടാവും. ഡിലേസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഡിലേസ് ഒക്കെ മാറി കിട്ടുന്നുണ്ടാവും. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിലേക്ക് വരുന്നുണ്ടാവും. ഇത് അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇതൊരു ഷോക്കായിരിക്കും. എഗെയിൻ ഇവിടെ ഒരു ടവർ മൊമെന്റ് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു നേരത്തെ. ഒരു പെട്ടെന്ന് ഒരു ഫീലിംഗ്, പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പെട്ടെന്ന് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അയ്യോ ഇനി ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഫീലും വരാം. പക്ഷെ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ല. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയും ചുറ്റുപാടുള്ള നെഗറ്റിവിറ്റീസും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. ഈ ഒരു നെഗറ്റിവിറ്റീസും ചുറ്റുപാടുള്ള സാഹചര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് കുറച്ചൊരു പൊടി സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചുറ്റിനും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഊതി വീർപ്പിക്കാനുള്ള ചില ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ, ഇതൊരവസരമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു ഭൂമി ദേവി നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഇതുവരെയുള്ള ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുഡ് പൊസിഷനാണ് ഇവിടെ. അപ്പോൾ നല്ലൊരു രീതിയിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ചില ആളുകൾ, എല്ലാവരിലും അല്ല, ഇത് ആഫ്രിക്ക, നട്ട്സ് അതുപോലുള്ള വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നട്ട്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, എന്തെങ്കിലും നട്ട്സ്, ഇപ്പൊ കാഷ്യൂ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നട്ട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു നല്ലൊരു തുടക്കം ജീവിതത്തിൽ വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടുന്നത് ഡീക്ലട്ടറിങ് ചെയ്യുക, അതായത് ക്ലെൻസിങ്. നമ്മൾ ഡീക്ലട്ടറിങ് എന്ന് പറയും പലപ്പോഴും നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് വീട് നല്ല ഭംഗിയായിട്ടും വൃത്തിയുമായിട്ടും സൂക്ഷിക്കുന്ന വീട്ടിലാണ് ലക്ഷ്മി ദേവി വസിക്കുക എന്ന് പറയും. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി വസിക്കണമെങ്കിൽ നല്ല വൃത്തിയും ശുദ്ധിയായിട്ട്, അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ വൃത്തിയും ശുദ്ധവും, പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, അതേപോലെ ശാരീരികമായിട്ടും മാനസികവും, ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം നമ്മൾ പറയും. ആ ഒരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഡീക്ലട്ടറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ സമയമെടുത്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഷെൽഫ്, പല കാര്യങ്ങളും പലരുടെയും നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് റൂം, ഒരു വളരെ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരും ഉണ്ട്. അല്ലാത്ത ചില ആളുകൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ എന്താണ് കാണുന്നത്, ചിലപ്പോൾ സോഫയോ എന്തെങ്കിലും സെറ്റിയോ ദിവാൻ കോട്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ തുണികൾ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തുണികൾ നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഒരഴ കെട്ടിയിട്ട് അതിലാണോ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ആ ഒരു, എവിടെയാണ് നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ ചിന്തിക്കുക. കാരണം ഡൈനിങ് ടേബിളിന്റെ പുറത്ത് മുഴുവൻ കണ്ണി കണ്ട് കാര്യങ്ങളൊക്കെയാണ് വാരിയിട്ടിരിക്കുന്നത് എങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഡൈനിങ് ടേബിളിന് ഉദാഹരണത്തിൽ ഭക്ഷണം വയ്ക്കാൻ, ആ ഒരു കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുവയ്ക്കുക, അത് കഴിയുമ്പോൾ അത് വൃത്തിയാക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു കസേരയിൽ നിറച്ചും തുണി വെച്ചിരിക്കുന്നതെന്ന്. ഇതൊക്കെ ഇതൊക്കെ ക്ലട്ടറാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുക്കി ഒതുക്കി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഡബിൾ എനർജി സിറ്റുവേഷൻസ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്. അപ്പോൾ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റും റെസ്ട്രിക്ഷൻസ്, മറ്റുള്ളവർ ചില ആളുകൾ പറയും അച്ഛനമ്മമാരെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നില്ല, അവർ ഒന്നിനും എല്ലാത്തിനും പിടിച്ചു വെച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ, ചില പാരന്റ്സ് വിദേശത്ത് പോയിട്ട് പഠിക്കാനോ ഈവൻ ജോലിക്കോ വിടുന്നുണ്ടാവില്ല മക്കളെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരും. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ആ വ്യക്തി മാത്രം പോകും, ഒരാൾ വീട്ടിൽ നിൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. അതായത് ഫാമിലിയെ ഒരുമിച്ച് നിൽക്കാൻ, ഹസ്ബൻഡിനും വൈഫിനെ ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കാത്ത സിറ്റുവേഷൻ. കാരണം വീട്ടിലെ കാര്യങ്ങൾ ആരെങ്കിലും നോക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്ട്രിക്ഷൻസ് എന്ത് തന്നെ ആയാലും ആ റെസ്ട്രിക്ഷൻസ് മറ്റൊരാൾ സൃഷ്ടിച്ചതാണെങ്കിൽ അതിന് നിങ്ങൾ എന്താ പറയാ, നമ്മളൊരു കഥയുണ്ട്, ആനയെ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. ആ കയറ് പൊട്ടിച്ചു പോകാൻ ആനയ്ക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ ആന കയറ് പൊട്ടിച്ചു പോകാത്തത്? കണ്ട അതിന്റെ മനസ്സിൽ അതിന്റെ ചിന്തയാണ് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, എനിക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതേസമയം തന്നെ ആ ഒരു ആനയും വല്ലാണ്ട് ദേഷ്യം പിടിപ്പിച്ചാൽ, ദേഷ്യമാകുമ്പോൾ അത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ കയറ് പൊട്ടിച്ച് അതിനെ പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ റെസ്ട്രിക്ഷൻ നിങ്ങളായിട്ട് സൃഷ്ടിച്ചതാണ്, നിങ്ങളുടെ മനസ്സിന്റെ തടങ്കലിലാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ തടങ്കലിലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ധൃതി പിടിക്കേണ്ട കാര്യമില്ല, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, പ്രശ്നമൊന്നും അധികം എടുക്കാതെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. അമിതമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ചില ആളുകളെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളായിട്ടും എടുക്കുക. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തന്നെ വരുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, എല്ലാവരുടെയും ഉത്തരവാദിത്തം നിങ്ങളായിരിക്കും ഏറ്റെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കുക, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നല്ല കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക, ഓക്കെ. സ്വന്തം കാര്യം നോക്കാതിരിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾ ഇത് ചെയ്യുന്നത്, സ്വന്തം ആയിട്ടൊരു ഫാമിലി ഉണ്ട്, അത് സ്വന്തം ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അതിന്റെ അപ്പുറത്തേക്കുള്ള ലോകത്തിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഈ പറയുന്ന ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. അവരൊക്കെ ത്യാഗം ചെയ്യുക, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത്. ആ ഒരു രീതി നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് കൊണ്ടറിയും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ 10 ഓഫ് സോർഡ്സ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. നിങ്ങൾ ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ സൗഹൃദങ്ങളായിക്കൊള്ളട്ടെ, ചുറ്റുപാടുമുള്ള ആളുകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അയൽവാസികളായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ടാവാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സുഹൃത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയൽവാസിയോ അവർ നിങ്ങളോട് ചോദിക്കുന്ന തരത്തിലുള്ള സഹായം ഒരു ദിവസം നിങ്ങൾ അപ്പുറത്തേക്ക് ചോദിച്ചു നോക്കാം. അവര് കാരണങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമുള്ള കാര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കും ഇതുപോലെ അത്യാവശ്യ കാര്യമാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയിട്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് പോവുക. പക്ഷെ അവരുടെ അത്യാവശ്യം ഒരിക്കലും അവർ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരില്ല. അല്ലാത്ത സമയമുണ്ടെങ്കിൽ സഹായിക്കുമെന്നുള്ളത് നിങ്ങളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു സ്ട്രഗിളാണ് കാണിക്കുന്നത്. സ്ട്രഗിൾ മാറ്റിവെക്കുക. ജീവിതം എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിക്കേണ്ടുന്ന അവസരമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് കിങ് ഓഫ് വൺസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി ഹയർ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു അയൽവാസിയുമായിട്ടൊരു നെഗറ്റീവ് എനർജിയും കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. എന്തായാലും അത് എല്ലാവർക്കും ഉള്ളതല്ല, വളരെ ചുരുക്കം ആളുകൾക്കാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്നു, നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരേപോലത്തെ മനസ്സുള്ള ആളുകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടൊരു പൊസിഷനിലേക്ക്, ഒരു ഹയർ പൊസിഷനിലേക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവും, അല്ലാതെ ഒരു നല്ല ഉയർന്ന പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ പല കാര്യങ്ങളും നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ജഡ്ജ്മെന്റ് എനർജിയാണ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമയം, ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട് ഈ അടുത്ത് തന്നെ. നിങ്ങൾക്ക് ഈ വരുന്ന 15 ദിവസത്തിനുള്ളിൽ സ്പെഷ്യൽ ഡേ, ആ ഒരു സമയം ഒരു പക്ഷെ നിങ്ങൾക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സാഹചര്യമായിരിക്കും. നിങ്ങളൊരു പുതിയ വ്യക്തിയെ കണ്ടെത്തുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ
നിങ്ങളിലേക്ക് ഒരു പുതിയ എനർജിയാണ് കൊണ്ടുവരുന്നത്. നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന വ്യക്തി. ഒരു പക്ഷെ അതൊരു പ്രണയമാകാം, അല്ലെങ്കിൽ വളരെ അടുത്തൊരു സൗഹൃദമായിരിക്കാം, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം. ചില ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നുള്ള രീതിയിലാകാം. ആ ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു എനർജിയും ആവാം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ, മറ്റു ചിലർക്ക് ഇതൊരു ആൻസിസ്ട്രൽ കണക്ഷൻ ആവാം. അപ്പം അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ തരുന്ന മെസ്സേജും ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 3. സോ ലെറ്റ്സ് സീ. ഭൂമി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ഭൂമി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. Six of Swords, Knight of Cups, Ace of Pentacles, Sun, Nine of Cups, Nine of Swords and Page of Cups. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 of Swords എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അടുത്തിടയ്ക്ക് വരുന്നുണ്ട്. ഈ മാറ്റങ്ങളൊന്നും തന്നെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയാണ്, നിങ്ങൾ സെൻസ് ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ജീവിതം ഇതുവരെ നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഏത് വയസ്സുമാകട്ടെ, ഇനിയിപ്പോൾ വയസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 20, 50, 60, 80 ഏത് പ്രായമായാലും നിങ്ങൾ ഇതുവരെ ജീവിതം ആസ്വദിച്ചില്ല എങ്കിൽ നിങ്ങൾ ജീവിതം ആസ്വദിക്കുകയാണ്. ചില ആളുകൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, മാറി താമസിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി, പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ സാഹചര്യമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറി താമസിക്കുന്നതായിരിക്കും നിങ്ങളുടെ മക്കളോ മറ്റുള്ളവരോ അവരുമായിട്ട് ചേർന്നിട്ടോ. എന്തായാലും നിങ്ങളൊരു റീലൊക്കേഷൻ ഉണ്ട്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നത്. നിങ്ങളിപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ, ഇതിപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾ ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, കുട്ടികളുടെ കാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ, അത് മാത്രമായിരുന്നു ജീവിതമെങ്കിൽ, നിങ്ങളിപ്പോൾ കുറച്ച് സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഇപ്പോൾ ഉള്ള വീട് മാറി പോവാണ്. അതായത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പ്രായഭേദമന്യേ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ആയുർവേദത്തിലേക്ക്, നാച്ചുറോപ്പതി, നേച്ചറുമായിട്ട്, പ്രകൃതിയുമായിട്ട് ചേർന്ന് കുറെ കാര്യങ്ങൾ, നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് മുട്ടിന് വേദനയോ അല്ലെങ്കിൽ പല വേദനകളോ ഒക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കുറേശ്ശെ അതായത് നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടായിരുന്നത്, നിങ്ങൾ നേച്ചർ, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ, അത് നിങ്ങൾ മിസ് ചെയ്തിരുന്ന, അതായിരിക്കാം നിങ്ങളെ പുറകിലേക്ക് വലിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ജീവിതം ആസ്വദിക്കലും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ജീവിതം നിങ്ങൾ അങ്ങ് ആസ്വദിച്ച് തുടങ്ങുന്ന സാഹചര്യമാണ്. ചില ആളുകൾ വെക്കേഷന് പോകുന്നതും ആവാട്ട് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വെക്കേഷൻ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നുണ്ടാവും സ്ഥിരമായിട്ട്. അതല്ലാണ്ട് നിങ്ങളൊരു വെക്കേഷൻ, ഈ പരിചയമുള്ള ആരുടെ അടുത്തും അല്ലാതെ എവിടെയെങ്കിലും മാറി പോകുന്നുണ്ടെങ്കിൽ, ചില ആളുകൾ ചിലപ്പോൾ പോകുന്നുണ്ടാവും, ചില എന്തെങ്കിലും
പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നതിന് വേണ്ടിയിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി നിന്നിട്ട്. അതല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, ഒരു വിനോദയാത്ര നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫാമിലി ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുന്നതായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ബന്ധങ്ങളിൽ ഊഷ്മളത കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സഹായിച്ചു. ബന്ധങ്ങൾ ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആള് തന്നെ മാറിപ്പോയിന്ന് മറ്റുള്ളവരെന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ചുറ്റുമുള്ള ആളുകൾ സന്തോഷിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കുന്നു, അവർ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അടുക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം, പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഗുസ്തി പിടിക്കൽ, റെസ്ലിങ്ങിന് പോകാനുള്ള കാര്യമല്ല, മറിച്ച് ജീവിതം ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ്. ഒരു മജീഷ്യൻ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അതെങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കില്ല. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ശ്രമമേ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് പലപ്പോഴും പല ആളുകളും ഒത്തിരി നമ്മുടെ കയ്യിലുള്ള കാര്യത്തെ വിട്ടിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് തേടി പോകും. ഇപ്പൊ ചില ആളുകൾ ഫാമിലി ലൈഫ് ഉണ്ടാവും, നല്ല സന്തോഷമുണ്ട്, അപ്പൊ അവർക്ക് അവരുടെ സുഹൃത്തിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ആയിരിക്കും, അത് വേണം എന്നുള്ളൊരു ചിന്തയാണ്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ഞാൻ ഇതാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് ഉള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടുവരുന്നത്. ആ ഒരു ശ്രമത്തിൽ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വിൽ പവർ കൂടുതലുള്ളൊരു സമയമായിരിക്കും. മുന്നോട്ടേക്ക് ജീവിതം ആസ്വദിച്ച് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിലൂടെ നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ഇടയിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ മെഡിറ്റേഷൻ സഹായിക്കും. അപ്പോൾ മൂലാധാര ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ വളരെ നിങ്ങൾ ചാനലിംഗ് ആണ്, കണക്റ്റിംഗ് യുവർ എനർജി. നിങ്ങളുടെ ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ഓറ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ സാധ്യമാകുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും യോഗ ചെയ്യുന്നത്. യോഗ പ്രാക്ടീസ് ചെയ്യുന്ന, പ്രാണായാമം, മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. റൂട്ട് ചക്ര, മൂലാധാര ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് എടുത്തു പറയുന്നു ഇവിടെ. അതോടൊപ്പം തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. വലിയൊരു അക്കംപ്ലിഷ്മെന്റ്, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിത ശൈലി തന്നെ മാറാണ്. ലൈഫ് സ്റ്റൈല് കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ മാറാണ്. ഒരു ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളായിട്ട് തീരുമാനിച്ച് സ്വയം ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. കുറച്ചും കൂടി ഈസി ഗോയിങ് ആയിരിക്കും നിങ്ങൾ. പണ്ടൊക്കെ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര സീരിയസ് ആണ്. നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമല്ലായിരിക്കും. സ്വന്തം മക്കൾ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പേടിയായിരിക്കും ഇത് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ചില ആളുകളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് അച്ഛനെയൊക്കെ ഭയങ്കര പേടിയായിട്ടൊക്കെ, അല്ലെങ്കിൽ പുറകിൽ മാറി നിന്നിട്ട് അമ്മ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു, അല്ലെങ്കിൽ ചില കുടുംബത്തിൽ തിരിച്ച് അമ്മയായിരിക്കും പേടി, അങ്ങനെയുള്ളതും ഉണ്ട്. അപ്പൊ ആ ഒരു ഭയം, അങ്ങനെ ഒരു പേടി, അതൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് മറ്റുള്ളവര് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നുണ്ട്. കാരണം നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംവദിക്കാൻ, സംസാരിക്കാൻ എളുപ്പമായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങൾ അപ്രോച്ചബിൾ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നിങ്ങളുടെ ആ ഒരു മാറ്റം മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രണയമാണ്. ഒരു പുതിയ പ്രണയത്തിന്റെ തുടക്കമാണ്. അപ്പൊ ഇവിടെ പ്രണയം എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് പ്രണയമൊന്നും ഉണ്ടായി കാണില്ല മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു വിവാഹാലോചന വരുന്നുണ്ടാവും. ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ പ്രണയം രണ്ടുപേരുടെ ഭാഗത്തും ചിലപ്പോൾ ഉണ്ടായി കാണില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് ഒരു വിവാഹത്തിലേക്ക് എത്തിയാൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നലിന്റെ പുറത്ത് നിങ്ങളൊരു വിവാഹത്തിലേക്ക് പോവുകയാണ്. അത് പിന്നെ വിവാഹശേഷമുള്ളൊരു പ്രണയമാണ് ശരിക്കും എന്ന് പറയാം.
അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ കൂടിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ഒഫ്താൽമോളജി, കണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ്, അതേപോലത്തെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം. ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഒരു പുതിയൊരു റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഭാഗമാവാനൊക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. അതേപോലെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായേക്കാം. ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ജനറലി ഇവിടെ കാണിക്കുന്നുണ്ട്. സൺ കാർഡ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയവും പ്രണയ സാക്ഷാത്കാരവും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി സിറ്റുവേഷൻ ആണ്. അതൊരു എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ട് പ്രഗ്നൻസി ശ്രമിക്കുന്നവര്, നടക്കാതെ പോയിട്ട് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആകുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇതിലിവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇനി ചെയ്യാനുള്ള കാര്യം, നിങ്ങൾ ഒത്തിരി സ്ട്രെസ് എടുക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഒഴിവാക്കുക. ഇനി അഥവാ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എടുത്തു പറയുന്നു, സ്ട്രെസ് ഒഴിവാക്കുക. ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ പല കാര്യങ്ങളും അത് പല രീതിയിലാണ് മനുഷ്യന്റെ ബോഡി എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. സൂര്യനെ പോലെ, അതായത് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു നിൽക്കുന്ന പോലെ പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങൾ ചുറ്റിനും വിതറുക, നിങ്ങളുടെ ഉള്ളിലും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ചികിത്സയിലൂടെ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. മറ്റു ചിലരെ സംബന്ധിച്ച് അല്ലാതെ തന്നെ പ്രഗ്നൻസിയിലേക്ക് വരുന്നതായിട്ടും ചില ആളുകൾക്ക്, ചുരുക്കം ചില ആളുകളിലാണ് കേട്ടോ, ഇതെല്ലാവരിലുമല്ല. വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല, ഒരു 10-13 വർഷമായിട്ട് ആവാത്തവരെ സംബന്ധിച്ച് പ്രഗ്നൻസി അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു എന്നുള്ളതാണ്. 9 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു സംതൃപ്തി ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, ആരാണെന്നൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന സാഹചര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു പെറ്റ്, ഒരു പട്ടിയോ പൂച്ചയോ ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി, അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളായിരിക്കും. അങ്ങനെ എന്തെങ്കിലും വളർത്തു മൃഗങ്ങളെ ചിലപ്പോൾ റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്ത് നിങ്ങൾ വളർത്തുന്നുണ്ടാവാം. നാടൻ ആയിട്ടുള്ള ഏതെങ്കിലും നായ്ക്കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്കൊരു അഭയകേന്ദ്രമായിട്ട് മാറുന്ന സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നല്ല നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ കാണിക്കുന്നുണ്ട്. സ്നേഹബന്ധത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി നല്ല മുഹൂർത്തങ്ങൾ, മൃഗങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള ഒത്തിരി നല്ല നല്ല സാഹചര്യങ്ങളും മുഹൂർത്തങ്ങളും, പ്രഗ്നൻസി സിറ്റുവേഷൻ, കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുടുംബമായിട്ട് ഒരുമിച്ച് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഇതിനൊക്കെ ഉള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു തുടക്കവും ആകാം ചില ആളുകളെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ക്രിയേറ്റീവ്, അതായത് നമ്മൾ പറയില്ലേ എന്താണ്, സൃഷ്ടിയുടെ ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും സൂചിപ്പിക്കുന്നത്. സൃഷ്ടി എന്ന് പറയുമ്പോൾ കലാപരമായിട്ടുള്ള ഒരു സൃഷ്ടി എന്നുള്ള രീതിയിലാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി. 9 ഓഫ് സോർട്സ് എനർജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് ടെൻഷൻ, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ തോന്നലുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ ശരിയാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ, അനാവശ്യമായിട്ട് മനസ്സിൽ ഓരോന്ന് കാട്ടിക്കൂട്ടി ചിന്തിച്ച് പ്രവർത്തിച്ച് കാട് കയറിപ്പോയിട്ട് നിങ്ങൾ ഒത്തിരി സ്ട്രെസ് അടിക്കുന്നത്. സ്ട്രെസ്സും ടെൻഷനൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും മറ്റും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ശാരീരികമായിട്ട് ഇത് നിങ്ങളെ ബാധിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ, അപ്പോൾ നമ്മളത് വ്യക്തതയോടുകൂടി ഓർഗനൈസ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ, എല്ലാവർക്കും ഒരേ 24 മണിക്കൂറാണ് ഉള്ളത്. ചില ആളുകൾ പറയുന്നേക്കാം തിരക്കാണ്, ഒത്തിരി തിരക്കാണ് എന്നുള്ളത്. അപ്പോൾ
പല ആളുകൾക്കും പല രീതിയിലാണ് സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ സമയം നമ്മൾ ഒത്തിരി ടൈം ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നു നാളെ രാവിലെ. അല്ലെങ്കിൽ ആ ഒരു സമയം ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ഇത്ര സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ അനാവശ്യം ചെലവാക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും നമുക്ക് ഇടയ്ക്ക് മൊബൈൽ കാണാനോ TV കാണാനോ മറ്റു കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികൾ ചെയ്യാനോ കുടുംബത്തോടൊപ്പം സമയം ചെലവാക്കി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉള്ള സമയം എല്ലാവർക്കും കിട്ടും. പക്ഷെ പലപ്പോഴായിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സമയം കൂടുതലായിട്ട് ചെലവാക്കുന്നു. അതപ്പോൾ എടുത്ത് പറയാണ്, ഓർഗനൈസ് ചെയ്താൽ ഈ പറയുന്ന 24 മണിക്കൂർ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ചില ആളുകൾ അമിതമായിട്ടുള്ള ഭാരം ഏറ്റെടുത്ത് വെക്കുന്നുണ്ട്. ഓവറായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും, അല്ലെങ്കിൽ സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരു ജീവിതം, സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതം നിങ്ങൾക്ക് വരാണ്. സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൈൽ നമ്പർ 3 സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.